ഗൈസ്, ഒരു ആക്ടർ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഡേ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇതില്ലേ, അതാണ് ഈ വീഡിയോ. ഓൾസോ ഗൈസ്, ഈ വീഡിയോയിൽ കോളേജിൽ ചേരാൻ പോണ സ്റ്റുഡൻസിന് ഇതുവരെയായിട്ട് ആരും പറഞ്ഞു കൊടുക്കാത്ത കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം ഫ്രം എ ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ്. അപ്പൊ നമ്മളെല്ലാവരും തുടങ്ങുന്ന സ്ഥലത്ത് നിന്നാണ് ഞാനും തുടങ്ങിയത്. സോ ഗൈസ്, കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ വീണ്ടും കോൺഫിഡൻസ് ആയി. ഇന്നും ഷോർട്ട് ഫിലിമിന്റെ ഒരു ഷൂട്ട് ഉണ്ട്. ഇന്നത്തെ ഷൂട്ടിന്റെ കോല എങ്ങനെ ഇരിക്കുന്ന എനിക്കറിയില്ല. വേണമെങ്കിൽ 4 ഷാഡോ കാണിച്ചു തരാം. അതാണ് എന്റെ കോലം. ഭാവിയിലാരോ ട്രാൻസ്ഫോർമേഷൻ കണ്ടോട്ടാ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ലെറ്റ്സ് ഗോ. എന്നിട്ട് പോയി 2 ഇടിയപ്പം മുട്ടക്കറിയും കഴിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി കോളേജിലോട്ട് പോയി. ഗൈസ്, ഞാൻ പഠിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാല് ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ ആണ്. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പണ്ടത്തെ 2D ആനിമേഷൻ ഒക്കെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ സെൽ ആനിമേഷൻ. ഞങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ പേപ്പർ ഉണ്ടല്ലേ, ഈ ഓട്ട ഉണ്ട്, നമ്മൾ അവിടെ പോയിട്ട് ഈ പേപ്പറിന് ഇങ്ങനെ ഓട്ട ഇടും. എന്നിട്ട് നമ്മളിങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിലോട്ട് അടുത്ത പേപ്പർ വെച്ചാടാ ഈ പേപ്പർ ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേസ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് വരിക്കുന്ന സമയത്ത് ചെറിയൊരു മൂവ്മെന്റ് കൊടുക്കും. അപ്പൊ അങ്ങനെ നമ്മളൊരു കുറെ പേജ് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആനിമേഷൻ പോലെ. അതാണ് ഞങ്ങളുടെ സെൽ ആനിമേഷൻ. ക്യാരക്ടറിനൊക്കെ വരച്ചിട്ട് ആരാ, തോമസും ജോണും. പെൻസിലാ, എന്തിനാ ഒരു പെൻസിലാണോ കോളേജ്. ഗൈസ്, ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. മൈക്ക് ചെക്ക് സബ്സ്ക്രൈബ് ഡബ്ല്യു ചാറ്റ്. ഹായ് ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. ഇതാണ് എന്റെ കോസ്റ്റ്യൂം. ഞാനൊരു ഡബിങ് സ്റ്റുഡിയോയിൽ ഒരു പുള്ളിയായിട്ടാണ് എന്റെ ക്യാരക്ടർ. ആ ഗിറ്റാർ എടുത്തതാ മൈക്കനറിയാം. ഗിറ്റാർ ഉണ്ടാക്കിയത് എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. പുള്ളിയുടെ പേര് മാർക്കോ. ഒരു കലാപത്തിൽ പുള്ളിയുടെ ഫാമിലി മൊത്തം തട്ടിപ്പോയി. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് മേക്കപ്പ് ഇട്ടരാൻ പറഞ്ഞാണ്. കഴിവ് മൊത്തം പുറത്തെടുത്ത്. എടാ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കേ 1983 കുട്ടി സിമ്പിൾ മേക്കപ്പ് ഉദ്ദേശിച്ചോളൂ. എന്റെ കഴിവ് മൊത്തം എടാ, എന്റെ മൂക്കിന്ന് എനിക്ക് വെളുത്തിരിക്കുന്നതാണ്. മുടി കെട്ടി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ആക്ടർ അങ്ങനെ വലിയ സംഭവം എടുക്കണ്ട. കോളേജിൽ ഒരു ഷോർട്ട് ഫിലിം എടുത്ത് അപ്പൊ ഞാനെടുത്ത് അഭിനയിച്ചു. കോളേജിൽ പുതിയൊരു സെറ്റപ്പ് തുടങ്ങി. ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിലാണ് എല്ലാ പവർ ഇരിക്കണേ. ഞാൻ കാണിച്ചു തരാം. ടൈമിങ് പോയി. ഫ്ലാഷ് ബാക്ക്. ഇതടിക്കുമ്പോ പൊക്കണം, ഇതടിക്കുമ്പോ താഴ്ത്തണം. കോളേജിലെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ. ഞാൻ അത് ബാക്കി എടുക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറെ സംഭവങ്ങളൊക്കെ നടന്നു. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് 2 വർഷം കഴിഞ്ഞിട്ടേ നിങ്ങൾ കാണുള്ളൂ. മേ ബി, അല്ലെങ്കിൽ മുമ്പാണ്, എനിക്കറിയാൻ പാടില്ല. സോ, കോളേജിൽ ചേർന്ന സ്റ്റുഡൻസിന് ഇതുവരെ ആരും പറഞ്ഞു കൊടുക്കാത്ത ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, കോളേജ് അഡ്മിഷൻ ആകുമ്പോൾ നമ്മുടെ മലയാളികൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു പാരമ്പര്യമാണ്. ഒന്നല്ലെങ്കിൽ അപ്പനമ്മയും പറയണ കോഴ്സ് എടുക്കും, അല്ലെങ്കിൽ വല്ല ബന്ധുക്കൾ വിളിക്കും, അല്ലെങ്കിൽ വല്ല കോൾ സെന്ററിൽ നിന്ന് വിളിക്കും. മാഡം, താങ്കളുടെ മോളെ അല്ലെങ്കിൽ താങ്കളുടെ മോനെ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പഠിച്ചിറങ്ങണതിന് മുമ്പ് എൻ്റെ പ്ലേസ്മെന്റ് കിട്ടും. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എൻ്റെ ആ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ കണ്ടേക്കണ കാര്യങ്ങളിൽ നിന്ന് ഞാൻ പറയാം, ഒരിക്കലും ഒരു ലക്ഷ്യമില്ലാണ്ടൊരു കോഴ്സ് എടുക്കരുത്. എന്തിനാണത് പഠിക്കണേന്നൊരു ഉത്തരം നമുക്ക് വേണം. മനസ്സിലായ? ഞാനൊരു സംഭവം പറഞ്ഞു കൊടുക്കാം. ഞാൻ നേപ്പാൾ പോയപ്പോ ബസ്സിൽ 2 മതവന്മാരുണ്ടേ, കാറിലും ക്ലോറിനും. വേർവിച്ചുണ്ട്. ഇവരെ കണ്ടാൽ നിങ്ങൾക്ക് എത്ര പറയാൻ തോന്നുന്നു? 25, 26 അല്ലേ? 18 വയസ്സുള്ളവർക്ക് പകച്ചു എന്റെ ബാല്യം. ഇവരെന്താ തിന്നണേന്നാവോ? അപ്പൊ ഞങ്ങളിങ്ങനെ എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, സോ യു ഗൈസ് ട്രാവലിംഗ് ദ വേൾഡ് ഓഫ് ദ ഹൈ സ്കൂൾ അങ്ങനെ വെച്ചിട്ടാ. അപ്പൊ അവര് പറഞ്ഞ് എന്നിട്ട് പറയണു ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് അവര് 1 വർഷം ബ്രേക്ക് എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ 1 വർഷം മൊത്തം ലോകം ചുറ്റും. എന്നിട്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഭാവിയിൽ എന്ത് കോഴ്സ് എടുക്കണമെന്ന് അവർ തീരുമാനിക്കണം. നമ്മുടെ എവിടെയൊക്കെയാണെങ്കിൽ കോൾ സെന്ററിൽ ഇരിക്കുന്ന ചേച്ചിയാണ് നമ്മൾ എന്ത് പഠിക്കണം എന്ത് പഠിക്കണം തീരുമാനിക്കണം. നമ്മളൊക്കെ വിളിച്ചിങ്ങനെ ഓരോ കോഴ്സ് എടുക്കുന്നൊക്കെ പറയണ ഒരു ആത്മാർത്ഥമായിട്ടോ തോന്നുന്നോ, നമ്മളെ രക്ഷപ്പെട്ട് കണ്ടിട്ടാണ് അവർക്ക് മരിക്കാം. അത്രയ്ക്ക് ആത്മാർത്ഥത ഉള്ളതല്ലേ പറയാല. ഈ വിളിക്കുന്നവർക്ക് നല്ല കമ്മീഷൻ കിട്ടും. 10 രൂപ 15 രൂപേന്റെ അടുത്ത് കമ്മീഷൻ കിട്ടും. അതാ കോളേജുകാരല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി കൊടുക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ആത്മാർത്ഥത. അല്ലാണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട് കാണണമെന്നൊന്നും ഒരു ആഗ്രഹമില്ല. കേസ് നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവില്ല. ഇന്നൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കണേ.
ആ ഒരു പെർപ്പസിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് എടുക്കുക. ഇല്ലെങ്കിൽ എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ 4 വർഷമാണ് പോകാൻ പോകണം. 4 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. നിങ്ങളുടെ പ്രൈം ടൈമാണ് ഈ 4 വർഷം, ടീനേജിന്റെ ഡാം ടൈം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. ഞാൻ ആദ്യം അല്ലമീൻ ഇടത്തേലയിൽ BBAക്കാണ് ചേർന്നത്. അത് ഈ വീട്ടുകാരൊക്കെ പ്രഷറൈസ് ചെയ്തിട്ടാണ് ഞാൻ പോയി ചേർന്നത്. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. അപ്പം ഞാൻ അവിടെ ചെന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഇവിടെ നടക്കൂല. ലൈക്ക് എനിക്ക് യൂട്യൂബ് കോളേജിലിരുന്ന് എഡിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ കോളേജിൽ പോകണം. അവിടെ കയറിയപ്പോൾ മനസ്സിലായി ഇത് നടപടി ആവൂല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, റിസ്ക് എടുത്താൽ റിസ്ക് സാപ്പിടാം. ഞാൻ വീട്ടുകാർ അറിയാണ്ട് മറ്റേ 2nd അലോട്ട്മെന്റ് 3rd അലോട്ട്മെന്റ് എന്തായിരുന്നു അതിനകത്ത് കൊണ്ടിട്ട് MES കോളേജിൽ ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിന് അലോട്ട്മെന്റ് വെച്ച് അതിന് കിട്ടി. അതിന് എന്നിട്ട് ഞാൻ പോയി. ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ ലൈഫ്. കാരണം യൂട്യൂബിന് വേണ്ടിയുള്ള എല്ലാ സാധനവും, ലൈക്ക് യൂട്യൂബിനെ ഹെൽപ്പ് ചെയ്യണ എല്ലാ സാധനങ്ങളും ആ കോഴ്സിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് ക്ലാസ്സിൽ നിന്ന് എഡിറ്റ് ചെയ്യാം, ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. റിസ്ക് എടുത്താൽ റിസ്ക് സാപ്പിടാം. സോ ഇതെന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴ്സൊക്കെ എടുക്കുമ്പോൾ ഒരു വൈ വേണം. ആ വൈക്കൊരു ഉത്തരവും വേണം. എന്തിന് ഞാൻ ഈ കോഴ്സ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, എല്ലാം പ്ലാൻഡ് ആയിരിക്കണം. കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞ് ചുമ്മാ കോഴ്സ് എടുക്കണമെങ്കിൽ ഞാൻ പറയും കോളേജ് ലൈഫ് നമുക്ക് ഏത് കോഴ്സ് എടുത്താലും എൻജോയ് ചെയ്യാൻ പറ്റും. കുറേ പേര് പറയുന്നുണ്ട് എൻ്റെ കോളേജ് വൈബല്ല, പിള്ളേർ ശോകമാണ്. നമ്മുടെ മൈൻഡ് അനുസരിച്ചിരിക്കും. നമ്മൾ തീരുമാനിക്കുകയാണ് ഈ കോളേജ് ലൈഫ് നമ്മൾ പൊളിക്കും. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് കോളേജ് ലൈഫും സെറ്റാക്കാൻ പറ്റും. അല്ലാണ്ട് ഇന്ന കോളേജിൽ പോകണം അല്ലെങ്കിൽ അന്ന കോളേജിൽ പഠിച്ചെങ്കിൽ ഈ അടിപൊളിയാക്കായിരുന്നു അങ്ങനെയൊന്നുമില്ല. ബൈ ദ ബൈ ഗൈസ്, ഈ ടീഷർട്ട് എങ്ങനെയുണ്ട്? ഈ ടീഷർട്ട് എനിക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് മംഗരേസി എന്ന് പറഞ്ഞൊരു ക്ലോത്തിങ് ബ്രാൻഡാണ്. ഇവരാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു സൂപ്പർ ഹീറോ കോൺസെപ്റ്റിൽ ടീഷർട്ട്സ് ഇറക്കണമെന്ന് തീരുമാനിച്ചത്. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോനിക്കര അങ്ങനത്തെ ഉള്ളത്. നമ്മുടെ മലയാളികളുടെ ആർട്ട്, സ്റ്റൈൽ, ഫിലിം ഇതൊക്കെ കൂടി ഒരു സൂപ്പർ ഹീറോ സ്റ്റൈലാണ് ഒരു ടീഷർട്ട്സ് പ്രിന്റിംഗ് ഡിസൈൻസ് ഇറക്കിയിട്ടുള്ളത്. സോ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി ലൈഫിൽ ഇതുവരെയായിട്ട് എന്താണ് പർപ്പസ് എന്ന് കണ്ടുപിടിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ജാപ്പനീസ് ട്രിക്ക്. ഈ ട്രിക്കിന്റെ പറയാനാണ് ഇക്കിഗായി. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഒരു പേപ്പർ എടുക്കുക, ഒരു പെയിൻ എടുക്കുക, എന്നിട്ട് 4 വട്ടം വരയ്ക്കുക. എന്നിട്ട് ആദ്യത്തെ വട്ടത്തിൽ നിങ്ങൾ എന്തിലാണ് ഗുഡ് എന്നത്, ലൈക്ക് മേ ബി നിങ്ങൾക്ക് നല്ലോണം വരയ്ക്കാൻ അറിയാം, മേ ബി നിങ്ങൾക്ക് നല്ല രീതിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാം, മേ ബി നിങ്ങൾക്ക് നല്ല രീതിക്ക് കൃഷി ചെയ്യാൻ അറിയാം, എന്തുമാവട്ടെ എന്താണ് ഗുഡ് അത് എഴുതുക. അടുത്ത വട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ അടുത്ത വട്ടത്തിൽ നിങ്ങളുടെ ഒരു ചിന്താഗതിയിൽ നിന്ന് ലോകത്തിന് എന്താണ് വേണ്ടത്, എന്നിൽ നിന്നും ലോകത്തിന് എന്ത് കൊടുക്കാം നല്ലത് എന്ന് അടുത്ത വട്ടത്തിൽ എഴുതുക. എന്നിട്ട് ലാസ്റ്റ് വട്ടത്തിൽ എന്ത് ചെയ്താലാണ് ആൾക്കാർ നിങ്ങൾക്ക് പേ ചെയ്യാന്ന് എഴുതുക. മേ ബി അത് 2-3 ഉണ്ടാവാം. എന്നിട്ട് ഈ 4 വട്ടം കൂടി ഇങ്ങനെ ചേർക്കുക. അപ്പം നടുക്കൊരു സാധനം ഇങ്ങനെ കോമൺ ആയിട്ട് വരും. ദാറ്റ്സ് യുവർ പർപ്പസ്. ഈ വട്ടം വരച്ച് നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കൂടെ കുറച്ച് സാധനങ്ങൾ കത്തും. കംപ്ലീറ്റ് ചെയ്യണതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് എൻ്റെ പർപ്പസ്. എന്നിട്ട് അത് ചെയ്യാൻ തുടങ്ങുക. കാരണം അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മടുക്കില്ല. അതിനകത്ത് പൈസ കിട്ടിയില്ലെങ്കിൽ പോലും ചെയ്യുമ്പോൾ അത് ഹാപ്പി ആയിരിക്കും. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഹാപ്പി ആയിരിക്കും. കാരണം നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ ആ പർപ്പസ് ഫുൾഫിൽ ആവുന്നുണ്ട്, പ്ലസ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഞാൻ വീഡിയോ വേണ്ടി ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാരമ്പര്യം. അപ്പോൾ